പിന്നെ പരസ്യത്തിന്റെ കാര്യം, കറണ്ടിന്റെ കാര്യം, ഓരോ വിഭാഗത്തിന്റെ കൺസെന്റിന്റെ കാര്യം സാർ അറിയണ്ട. അതൊക്കെ ഞങ്ങൾ ഏറ്റു. ഞങ്ങൾക്കൊക്കെ വേണ്ട പോലെ ഒന്ന് കണ്ടാ മതി. അല്ല അതിപ്പോ കണ്ടാ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാറേ? സാർ ആ പോസ്റ്റർ ഉണ്ടോ? ഏതാ പിന്നിലുള്ള പോസ്റ്റർ? കണ്ട് എനിക്ക് ആ വലിപ്പത്തിലുള്ള ഒരു LED TV കിട്ടിയാൽ നല്ലതായിരുന്നു. TV ഈ വലിപ്പത്തിലല്ലേ? ഇല്ലേ, എനിക്കൊരു വാക്കൻ ക്ലീനർ മതി. വാക്വം ക്ലീനർ TV. എനിക്കൊരു ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വേണം. അത് മതി. വാഷിംഗ് മെഷീനും ഓട്ടോറിക്ഷ അല്ല, ഓട്ടോമാറ്റിക് എല്ലാം തനിയെ ചെയ്യണത് അല്ലേ? അതുണ്ടാവുമല്ലോ. അതൊക്കെ അലക്കലും കുടിക്കലൊന്നും ഇല്ല വീട്ടിലില്ലേ? പിന്നെ എന്താ വെച്ചാല് നമുക്കിപ്പോ ഈ മേള പൊളിഞ്ഞാലോ? മേള പൊളിയില്ലല്ലോ. പൊളിയൂലല്ലേ? അതെ സാറേ, ഇപ്പോ ഈ അടിച്ച ടിക്കറ്റ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടല്ലേ? എന്നാ അതൊന്ന് ഒരു കുറ്റി ഇങ്ങെടുക്കും. അതെ, ബാക്കി ടിക്കറ്റുകൾ കൊടുത്തയച്ചാൽ മതി, ഞങ്ങളിവിടെ സീൽ ചെയ്ത് വെക്കാം. ആയിക്കോട്ടെ. മറ്റേ സീൽ എടുത്തോളൂ. അപ്പോ സൂരൻ സാറേ, സീൽ വെക്കല്ലേ? സീൽ വെക്കല്ലേ? കോയ സാറേ, ഒന്ന് എണീക്കൂ. ഞാനോ? കൊടുക്കല്ലേ? ഐശ്വര്യായിട്ട് ആ കയ്യൊന്നിട്ട് നീട്ടുക. അല്ല, അതിപ്പോ ഞാൻ എന്റെ കമ്പനിയിലെ സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ നടത്തുന്ന എക്സിബിഷന്റെ ടിക്കറ്റ് എന്തിനാണ് ഞാൻ എടുക്കണത്? ഇതൊരു ചടങ്ങല്ലേ? ഇതൊരു ചടങ്ങാണ്. അപ്പൊ കാര്യം ചെയ്യാം സാറ്, ഒരു 1000 ഉറുപ്പിക ഇങ്ങോട്ട് തരൂ. ഇത് 200 രൂപയുടെ ടിക്കറ്റ് അല്ലേ? 2 ഉള്ളൂ. അതെ, ഇതിൽ 2 ഉള്ളൂ. ഇവിടെ വെച്ചോളൂ, താഴെ വെച്ചോളൂ. ഇവിടെ അല്ലേ? ആരോഗ്യ വിഭാഗം. അതെ, കൈ 2 കൈ കൊണ്ട് പോകണം. ആയിക്കോട്ടെ. അപ്പൊ സംഗതികളൊക്കെ നന്നാവട്ടെ. അപ്പൊ അങ്ങനെ ആവട്ടെ. എക്സിബിഷൻ തുടങ്ങിയിട്ട് ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരാം. അതെ, വരണം. നിങ്ങളെല്ലാവരും നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ്. അപ്പൊ ഇനിയിപ്പോ ഈ ടിക്കറ്റ് ഞാൻ എന്താ ഈ ഇത് നമുക്ക് സീൽ വെച്ച് ഇവിടെ വെച്ചാൽ മതിയല്ലോ. അതെ അല്ലേ? ഇതിലിപ്പോ ഒരു 500 ഉറുപ്പിക എടുത്താലോ? അതെന്തിനാ? വേണ്ട അല്ലേ? കോയ സാറേ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട്? എക്സിബിഷനൊക്കെ നന്നായിട്ട് നടക്കുന്നല്ലേ? നന്നായിട്ട് നടക്കുന്നു. എനിക്ക് ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ വന്നിരുന്നു. ഞാൻ കാണുന്നല്ലോ. അതെ, എല്ലാവരും വന്ന് TV നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വർക്ക് ചെയ്യൂ, വെറുതെ പോലെ. മേളക്ക് നല്ല തിരക്കാന്നാണ്. നല്ല തിരക്കാ. കാരണം ഈ മുനിസിപ്പൽ ചെയർമാൻ ആണല്ലോ ഉദ്ഘാടനം. എന്തായിരുന്നു നല്ല പ്രസംഗം മാത്രമല്ല, മൂപ്പര കൊണ്ടുപോയതും നല്ല സാധനമായിരുന്നു. AC ഉദ്ഘാടനം തന്നെ ഗംഭീരമായ കാരണം പിന്നെ നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥരുടെ ഒഴുക്കായിരുന്നു അങ്ങോട്ട്. സാധനങ്ങൾ കുറെ വിറ്റ് പോവല്ലേ, അടുത്തു പോവാ. സാധനങ്ങളൊക്കെ അവരെന്നെ വന്നോര് എന്റെ ചെങ്ങായോളം നിങ്ങൾ എന്ത് വർത്താനം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞൊരു 10,000 ടിക്കറ്റ് അങ്ങനെ വെച്ചാൽ 1.5 ലക്ഷം ആൾക്കാർ അങ്ങോട്ട് വന്നിട്ട് തിക്കും തിരക്കുണ്ടാക്കി സാധനങ്ങൾ വിൽക്കും പറഞ്ഞിട്ട് ഇത് എവിടുന്നാണ് ഈ നാട്ടിൽ ഇത്ര മാത്രം ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പല ആൾക്കാർക്കും ഞാനും ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കൊടുക്കാന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെയാണ്. ഇപ്പൊ നിങ്ങളും കൊണ്ടുപോയില്ലേ കുറെ സാധനങ്ങൾ? അവിടുത്തെ എമർജൻസി പോലത്തെ സാധനങ്ങൾ വരെ എടുത്തോണ്ട് പോകാൻ ആൾക്കാരുടെ അടുത്ത് ഏതൊക്കെ വിധത്തിലുള്ള ഉദ്യോഗസ്ഥർ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇതിൽ ഈ പണയം വെക്കണ വിഭാഗത്തിൽ ഗവൺമെന്റിന് അങ്ങനത്തെ എന്തെങ്കിലും സ്ഥാപനം ഉണ്ടോ? ഇല്ല. അപ്പൊ അതാരാണ്? അത് ഒരാൾ, അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. ഇതും പോരാഞ്ഞിട്ട് ഫയർഫോഴ്സിലെ ആൾക്കാർ എന്താണ് അവരെന്താണ് വന്ന് ചോദിച്ചാൽ അവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അല്ല, അവര് വരും. കാരണം ഇത്ര മേള നടക്കുമ്പോ അവിടെ വല്ല അപകട സാധ്യത ഉണ്ടെങ്കിൽ നോക്കാൻ ആ വകുപ്പിന് അധികാരമുണ്ട്. ഇത് എന്ത് മേളാന്നാ പറയുന്നത്? മേള നല്ലത് പറയണ്ടേ? ഒരു കാര്യം ചോദിക്കട്ടെ, സംഗതി ഞാൻ ഒരു മുതലാളി തന്നെയാണ്. ഞാൻ മുതലാളി, കോയ മുതലാളി എന്നൊക്കെ പറഞ്ഞ ഞാൻ ശരി തന്നെയാണ്. പക്ഷെ ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ മേള എന്ന് പറഞ്ഞ സംഗതി നടത്തിയത്. ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ 10,000 ടിക്കറ്റ് നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനുള്ള സാഹചര്യം അല്ല അവിടെ ഒരുക്കിയത്. അവിടെ ആൾക്കാർ വന്ന് കാണണം, അത് ഇന്റെ സാധനങ്ങൾ വിൽപ്പന നടത്തണം,
പിന്നെ അതിനെ കുറിച്ചിട്ടൊരു പഠനം നടക്കട്ടെ എന്നുള്ളൊരു നല്ല മനസ്സോടുകൂടെ എന്താ അത് കഴിഞ്ഞ എന്റെ മകളുടെ കല്യാണത്ത് ഭംഗിയായിട്ട് നടത്താന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ കേരളത്തിലുള്ള സകലമായ ഉദ്യോഗസ്ഥരും വന്നു കയറിയ അവിടെ. പിന്നെ അവസാനം രണ്ടാമത്തെ ദിവസമൊക്കെ ഞാൻ സാധനങ്ങൾ ഇറക്കി നിന്റെ മോൾക്ക് കല്യാണം കഴിക്കാതെ സങ്കടം പറഞ്ഞേ. എന്റെ മോളുടെ കല്യാണം കഴിക്കാനുള്ള കാര്യം കൂടി എടുത്തു വെച്ചിട്ട് അതും കൂടിയാണ് എടുത്തുകൊണ്ടായിട്ട് രണ്ടിന്റെ അന്ന് ഇവിടുന്ന് സാധനങ്ങൾ ഞാൻ പൊളിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ആ പന്തലും കൂടി പൊളിച്ചു കൊണ്ടായിരുന്നു ഈ ഹംക്കികൾ. അറിയോ നിങ്ങൾക്ക്? അല്ല സാറേ, ഈ കോയ കമ്പനിയുടെ മുതലാളി തന്നെയാണ് ഈ പറയണത്. കയ്യിലെ കായൊക്കെ പോയ പിന്നെ എന്ത് കോയാലോ. ശരിയാത്.